അമേരിക്കയിൽ ഭരണമാറ്റമുണ്ടായതിനു പിന്നാലെ അവാമി ലീഗ് കൂടുതൽ ആക്റ്റീവായിട്ട് ബംഗ്ലാദേശ് പൊളിറ്റിക്സിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ത്യയുടെ സമ്മർദ്ദത്തെ തുടർന്നുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബംഗ്ലാദേശിനുള്ള എല്ലാ സഹായങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഷേഖ് ഹസീനയുടെ അവാമി ലീഗ് ഒരു പുതിയ അനൗൺസ്മെന്റ് ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ ഒരു പുതിയ സമരമുഖം തുറക്കുകയാണ് അവാമി ലീഗ്. ഫെബ്രുവരി 1 മുതൽ തുടങ്ങുന്ന സമര പരിപാടികൾ താൽക്കാലിക സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആവിഷ്കരിക്കുന്നത്. പ്രധാനമായിട്ടും ഇവിടെ ഇവർ ഉന്നയിക്കുന്ന കാര്യം, ഈ ഷേഖ് ഹസീനയെ പുറത്താക്കിക്കൊണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ ലോ ആൻഡ് ഓർഡർ തന്നെ ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതിദിനം നിരവധി പേരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും മാസങ്ങൾ കൊണ്ട് 1800-ലധികം പേര് മരണപ്പെട്ടിരിക്കുകയാണ്. 1500-ഓളം പേര് 5 മാസത്തിനുള്ളിൽ തന്നെ മരണപ്പെട്ടിരിക്കുന്നു. പ്രതിമാസം ഏകദേശം 310 മുതൽ 350 വരെ ആൾക്കാർ ബംഗ്ലാദേശിൽ കൊല്ലപ്പെടുകയാണ്. പലരുടെയും മൃതശരീരങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വികൃതമാക്കിയിരിക്കുകയാണ്. ഈ ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ ഇടക്കാല സർക്കാരിനെ പുറത്താക്കിക്കൊണ്ട് ബംഗ്ലാദേശിലെ ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കണം എന്നാണ് അവാമി ലീഗ് ആവശ്യപ്പെടുന്നത്. ഇവിടെ അവാമി ലീഗിന് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പിന്തുണയുണ്ടാകും. അവാമി ലീഗിലെ നേതാക്കളെല്ലാം തന്നെ ഈ ഒരു വിഷയത്തെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യൂറോപ്യൻ രാജ്യങ്ങൾ ബംഗ്ലാദേശ് വിഷയത്തിൽ പതിയെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അതായത് അവർക്ക് ബംഗ്ലാദേശിലെ ജനാധിപത്യത്തിനെതിരായി നടന്ന നീക്കങ്ങളിൽ അവർക്കും അതൃപ്തി ഉള്ളതായിട്ട് തന്നെയാണ് പല രാജ്യങ്ങളുടെയും പ്രതികരണങ്ങളിൽ നിന്ന് കാണുന്നത്. ആദ്യ ഘട്ടങ്ങളിൽ ബൈഡൻ ഒപ്പം നിന്ന രാജ്യങ്ങളുടെ പോലും പ്രതികരണങ്ങളിൽ ചെറിയ മാറ്റമുണ്ടായിട്ടുണ്ട്. അതായത് ഇന്ത്യ നിരന്തരമായിട്ട് ആഗോള സമൂഹത്തെ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഇന്ത്യ വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഈ ഇടക്കാല സർക്കാരിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളും ബംഗ്ലാദേശിലെ ജനാധിപത്യ അട്ടിമറിയും ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയുന്നു. ഇതേ സമയത്ത് തന്നെ ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇടക്കാല സർക്കാരിന് കിട്ടിക്കൊണ്ടിരുന്ന സപ്പോർട്ട് ഇല്ലാതായിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നരേന്ദ്രമോദി കാണുന്ന സമയത്ത് ബംഗ്ലാദേശും ഒരു പ്രധാന വിഷയമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ ചിലപ്പോൾ ഷേഖ് ഹസീനയ്ക്ക് സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങാൻ സാധിക്കും. ഒന്നുകിൽ എത്രയും പെട്ടെന്ന് ഇലക്ഷൻ നടത്തുക, അല്ലെങ്കിൽ ഇടക്കാല സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് ഷേഖ് ഹസീനയെ തന്നെ അധികാരമേൽപ്പിക്കുക. അതുമല്ലെങ്കിൽ അവാമി ലീഗിൽ നിന്ന് മറ്റൊരാൾ തൽക്കാലം പ്രധാനമന്ത്രി ആയതിനു ശേഷം ഷേഖ് ഹസീനയെ പതിയെ മടക്കിക്കൊണ്ടുവരിക. ഇതൊക്കെയാണ് നിലവിൽ അവാമി ലീഗ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് വിജയിപ്പിക്കാൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ഇടക്കാല സർക്കാർ എങ്ങനെയൊക്കെ ബംഗ്ലാദേശിനെ അവരുടെ സൗകര്യത്തിലേക്ക് മാറ്റാൻ പറ്റുമോ ആ രീതിയിലൊക്കെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും പ്രസിഡന്റ് ഷേഖ് ഹസീനയോട് വിധേയത്വം പുലർത്തുന്ന ഒരാളാണ് എന്നതും, ഇപ്പോഴും ബംഗ്ലാദേശിലെ മിലിറ്ററിയിൽ വലിയൊരു വിഭാഗം പട്ടാളക്കാർക്ക് ഷേഖ് ഹസീനയോട് മമതയുണ്ട് എന്നതും അവാമി ലീഗിന്റെ തിരിച്ചുവരവിന് ചിലപ്പോൾ സഹായകരമായേക്കും. മാത്രമല്ല, ഈ ജനകീയ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് ഇത്രയും നാൾ അടിച്ചമർത്തപ്പെട്ട അവാമി ലീഗ് അവരുടെ ശക്തി പ്രകടനം കൂടി പുറത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ കാഴ്ചവെക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതായത് അവർക്കിപ്പോഴും സ്ട്രെങ്ത് ഉണ്ട് ബംഗ്ലാദേശിൽ എന്നവർ ഇടക്കാല സർക്കാരിനെയും അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെയും കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബംഗ്ലാദേശിൽ ഇനിയും ഒരുപാട് സംഭവങ്ങൾ വരും മാസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ താഴെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.